നമസ്കാരം. നമ്മുടെ ട്രീ കട്ടർ മുതലാളി പുതിയ തന്റെ തട്ടിപ്പിൽ നിന്ന് ആളുകളെയൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ നേർക്കാണ് പുതിയ കണ്ടുപിടുത്തവുമായി ഇറങ്ങിയിരിക്കുന്നത്. മാധ്യമധർമ്മത്തിന്റെ ഏഴയലത്ത് പോലും അടുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിനെ കൊണ്ടു നടന്ന് അങ്ങേയറ്റം അധപ്പതിപ്പിച്ചതിൽ ഈ മുതലാളിക്ക് എന്തായാലും സന്തോഷിക്കാം. കാരണം മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ബെന്നിയെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു പെണ്ണ് കേസ് സൃഷ്ടിച്ച ആളുകളാണിവർ. ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ ഇതൊരു കള്ളക്കേസാണ് എന്ന് പറയുകയും, പക്ഷേ അതിന്റെ പുറത്ത് അത്തരമൊരു കള്ളവാർത്ത പ്രചരിപ്പിച്ച റിപ്പോർട്ടർ ചാനലിനെതിരെ കാര്യമായ നടപടി ഒന്നും തന്നെ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിൽ ചില കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയും. എന്തായാലും റിപ്പോർട്ടർ ചാനൽ മുതലാളി മെസ്സിയുടെ പേരിൽ ചുളുവിൽ സ്റ്റേഡിയവും സ്റ്റേഡിയത്തിന് പുറത്ത് മരങ്ങളും അതിന് ചുറ്റിലുമുള്ള ആസ്തികളും ഒക്കെ അങ്ങ് തട്ടിയെടുക്കാം, അടിച്ചു മാറ്റാം എന്ന രീതിയിൽ ഇറങ്ങിയപ്പോൾ അതൊക്കെ ഒന്ന് പൊളിഞ്ഞ് കയ്യിലായിട്ടുണ്ട്. എന്തായാലും മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ അത് കൃത്യമായിട്ട് ഏറ്റെടുക്കുകയും മരമുറി മുതലാളിയുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തതോടുകൂടി മുതലാളിക്കാകെ ഭ്രാന്തായ അവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുതലാളി ആലോചിച്ചത് എന്താണ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. അതായത് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് ഏഷ്യാനെറ്റ് കൃത്യമായി വാർത്ത ചെയ്യുന്നു. ഇവർക്ക് മരം വിറ്റ ആദിവാസികളായിട്ടുള്ള ആളുകൾ തങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇവർ മരം വാങ്ങിയത്, തങ്ങൾക്കിത് അറിയില്ലായിരുന്നു എന്ന രീതിയിൽ ആദ്യം മൊഴി കൊടുക്കുകയും അത് ഹൈക്കോടതി വരെ സർക്കാർ ആദിവാസികളുടെ ഒപ്പം നിന്ന് ഈ പറയുന്ന മൊഴി ഹൈക്കോടതിയിൽ വരെ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പം ഈ മരമുറി മുതലാളിയെ രക്ഷിക്കാനാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പാവപ്പെട്ട ആദിവാസികളോടെല്ലാം തന്നെ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും, ഒരിക്കലും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാനും കഴിയില്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ മരങ്ങളെല്ലാം തന്നെ മുതലാളിക്ക് വിറ്റതാണ് എന്ന നിലയിലേക്ക് സർക്കാരും റവന്യൂ വകുപ്പ് മാറുന്നുണ്ട്. ഏത് CPIയുടെ റവന്യൂ വകുപ്പ് നിലപാടിന്റെ രാജകുമാരന്മാരാണ് CPI നമ്മൾ ആലോചിക്കണം. അവർ ഇപ്പൊ പാവപ്പെട്ട ആദിവാസികളുടെ മേലെ കുറ്റം ചേർത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറ്റം ചാർത്തിക്കൊണ്ട് ആരെ രക്ഷിക്കാനുള്ള ശ്രമമാണ്? ഈ പറയുന്ന മരമുറി മുതലാളിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ അതും കൂടെ കണ്ടപ്പോ മരമുറി മുതലാളിക്ക് ആകെ വലിയ പ്രശ്നമായി. ഈ ചർച്ച ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, ഇതൊന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി കണ്ടെത്തിയ ഒരു പുതിയ മാർഗമായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ തട്ടിപ്പ്, കുംഭകോണം എന്നൊക്കെ കൊണ്ട് പറഞ്ഞിറങ്ങിയത്. സത്യത്തിൽ എത്ര വില കുറഞ്ഞ ഏർപ്പാടാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി ഈ കർണാടകയിൽ ഇത്ര വലിയൊരു തിരിമറി നടത്തി, കർണാടകയിലെ സർക്കാരിന്റെ ഭൂമി അടിച്ചുമാറ്റി, KIDBയുടെ ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖർ അടിച്ചു മാറ്റിയത് എന്നൊക്കെയാണ് പറയുന്നത്. സത്യസന്ധമായ കാര്യം എന്താണ്? BPL കമ്പനി എന്ന് പറയുന്ന കമ്പനി KIDB എന്ന് പറയുന്ന കർണാടകയിലെ സർക്കാരിന്റെ കീഴിലുള്ള ഒരു അതോറിറ്റിയുമായിട്ട് അവർ ഒരു ഈ ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ആ കാര്യത്തിന്റെ പുറത്ത് അവിടുത്തെ സർക്കാർ കൃത്യമായി അത് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിനു ശേഷം ഭൂമി BPL കമ്പനിക്ക് കൈമാറുന്നു. 500 ഏക്കറോളം കമ്പനിയായിരുന്നു BPL കമ്പനി ആവശ്യപ്പെട്ടത്. പക്ഷേ സർക്കാർ കൃത്യമായി ചർച്ച ചെയ്തിട്ട് കൊടുത്തത് 175 ഏക്കർ ഭൂമിയാണ് കൊടുത്തത്. ആ 175 ഏക്കർ ഭൂമിയിൽ പിന്നീട് ഫാക്ടറികളും നിരവധിയായിട്ടുള്ള മറ്റു കാര്യങ്ങളും ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി വന്നു. അതിന്റെ എല്ലാം വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ നമ്മുടെ കൈവശമുണ്ട്. അതായത് കൃത്യമായി ഈ BPL കമ്പനിയുടെ കൈവശം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ BPL കമ്പനി എന്ന് പറയുന്നത് രാജീവിന്റെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ പേരിലുള്ള കമ്പനിയാണ്. അങ്ങനെ അവരുടെ ബന്ധുക്കളുടെ പേരിലുള്ള കമ്പനി, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ആ കമ്പനി നടത്തിയത്. അപ്പോ ആ കമ്പനി അദ്ദേഹം പോലും അറിയുന്നതിന്റെ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു ഭൂമി അവിടെ വാങ്ങുന്നത്. ആ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അവിടെ ആ ഫാക്ടറിയും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ പിന്നീട് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലേക്ക് ഈ കമ്പനി പിന്നീട് എത്തിയപ്പോൾ, അതായത് അദ്ദേഹം കൂടെ ഉള്ള ഒരു രീതിയിലേക്ക് ആ കമ്പനി മാറിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അത് നഷ്ടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്ഥലം, ആ ഫാക്ടറി ഉൾപ്പെടെയുള്ള സ്ഥലം മറിച്ചു വിറ്റു. ആ ഫാക്ടറി ഉൾപ്പെടെയുള്ള സ്ഥലം മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു. അത് എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത്?
ഇത് മറിച്ചു വിറ്റത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ കേസ് നടന്നു. സുപ്രീം കോടതി വരെ കേസ് നടന്നതിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കമ്പനി 2 കേസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ സർക്കാർ ഈ പറയുന്ന KIDB എന്ന് പറയുന്ന കർണാടകയിലെ സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള അതോറിറ്റി ഈ ഭൂമി രാജീവ് ചന്ദ്രശേഖറിന് കൈമാറിയത്, അല്ലെങ്കിൽ BPL-ന് കൈമാറിയത്, ക്ഷമിക്കണം, രാജീവ് ചന്ദ്രശേഖറിനല്ല, BPL-ന് കൈമാറിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യത്തെ ഹർജി പോയിരുന്നത്. എന്നാൽ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമില്ല. അതായത് ഈ പറയുന്ന KIDB എന്ന് പറയുന്ന അതോറിറ്റി കൊടുത്തത് എല്ലാ നിയമവശങ്ങളും നോക്കിക്കൊണ്ട് മാത്രമാണ്. അവിടെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നിന്നത്. മാത്രവുമല്ല, എല്ലാ കാര്യങ്ങളും ചുവപ്പ് നാടയിൽ കുരുങ്ങി ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ആ ചുവപ്പ് നാടയെ മാറ്റാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു ഏകീകൃത സംവിധാനമുണ്ട്. ആ ഏകീകൃത സംവിധാനത്തിൽ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് ഇതിന് അനുമതി കൊടുത്തത്. അതൊരിക്കലും തെറ്റല്ല, രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് ഇത് അനിവാര്യമാണ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിച്ചു. ആ വിഷയം ഇവിടെ അവസാനിച്ച സ്ഥലത്താണ് വീണ്ടും ഇത് കുത്തിപ്പൊക്കിയിരിക്കുന്നത്. പിന്നീട് പറയുന്നത്, ഇപ്പം റിപ്പോർട്ടർ ചാനലിന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ഇത് അദ്ദേഹം വിറ്റു, അതാണ് പ്രശ്നം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് പ്രശ്നമാവുക? സർക്കാർ അനുവദിച്ച ഭൂമി സർക്കാർ വെറുതെ അനുവദിച്ചതല്ലോ, അദ്ദേഹത്തിന് കൊടുത്ത ഭൂമിയാണ്, BPL കമ്പനിക്ക് കൊടുത്ത ഭൂമിയാണ്. അപ്പൊ BPL-ന് പിന്നെ കാലങ്ങൾക്കിപ്പുറം ഇതിന്റെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത്, അദ്ദേഹം കൂടെ വന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അത് നഷ്ടത്തിലാണ് എന്ന് കാണുകയും ആ നഷ്ടത്തിലായതുകൊണ്ട് അദ്ദേഹം മറ്റൊരാൾക്ക് അത് കൈമാറുകയും ചെയ്തു. അതിന് ലീഗലി അദ്ദേഹത്തിന് എല്ലാവിധ എന്തുകൊണ്ട് അവകാശങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സ്ഥലം ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, ഏതെങ്കിലും അതോറിറ്റി ആവട്ടെ, നമ്മൾ പണമടച്ചാണ് വാങ്ങുന്നത്. അങ്ങനെ വെറുതെ തന്നതാണെങ്കിൽ അതിൽ സർക്കാരിന് ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ പണമടച്ചുകൊണ്ട് നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഇത്ര കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. ആ കാലത്തിന് ശേഷവും അത് നഷ്ടത്തിലാണെങ്കിൽ നമുക്കത് വിൽക്കാം. സിമ്പിളാണ് കാര്യം. അപ്പോൾ ഇപ്പം ഞാനൊരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എനിക്ക് കുറച്ച് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി, അത് നഷ്ടത്തിലായി, ഞാനത് വിൽക്കുന്നു. അതിലെന്താണ് പ്രശ്നം? അതിലൊരു പ്രശ്നവുമില്ല. പിന്നെ പുകമറ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ട്രീ കട്ടർ മുതലാളിയുടെ ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രവും എടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ നേരേക്കാണ് പോയത്. പക്ഷെ അത് ചീറ്റിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇന്ന് പത്രസമ്മേളനത്തിൽ വളരെ വെടിപ്പായിട്ട് സുരേഷും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അഴിമതി മുതലാളിയുടെ ചാനലിനൊഴികെ ബാക്കി എല്ലാ ചാനലുകളും പറയുന്നത് ഞങ്ങൾ മറുപടി പറയും, നിങ്ങൾക്ക് മറുപടി ഇല്ല എന്നാണ് പറഞ്ഞത്. കൃത്യമാണ്, മറുപടി ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില ആളുകൾക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്തോ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. എന്താണ് അശ്ലീല ആംഗ്യം? അദ്ദേഹം കാണിച്ചത്, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ, നിങ്ങൾ കേട്ടാൽ മനസ്സിലാവില്ലേ എന്ന ആംഗ്യമാണ് കാണിച്ചത്. അത് മനസ്സിലാവില്ലേ, തലയിൽ ആൾതാമസമില്ലേ, അല്ലെങ്കിൽ കേൾക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അതൊരു അശ്ലീല ആംഗ്യമല്ല. അശ്ലീല ആംഗ്യം എന്ന് പറയുന്നത് ഇതല്ലല്ലോ അശ്ലീല ആംഗ്യം. അപ്പോ കൃത്യമായി ഇങ്ങനെ ഇത് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ച കാര്യത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വാർത്ത കൊടുത്ത് ഇവിടെ എന്തോ ഒരു സംഭവം നടക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖർ എന്തോ വലിയ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാലങ്ങൾക്ക് മുമ്പേ ഉള്ള കേസെടുത്ത് കുത്തിപ്പൊന്തിച്ച് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പി തൻ്റെ മെസ്സിയുടെ പുറകിൽ താൻ നടന്നതും അതിന്റെ പുറത്തുള്ള തട്ടിപ്പും മറ്റു കാര്യങ്ങളും വെട്ടിപ്പും എല്ലാം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി മുതലാളി കണ്ടുപിടിച്ച ഒരു തന്ത്രം പാടെ ചീറ്റിപ്പോയി. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. എന്തായാലും വിവരമുള്ള ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്.